ഹായ് ബട്ടർഫ്ലൈസ്. ഞാനിന്നൊരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ട് വന്നതാട്ടോ. നോക്കിയൊക്കെ എങ്ങനെയുണ്ട് ഇന്നത്തെ മീൻ കറി വയ്ക്കാൻ ചാളയാണ്, ചാളക്കറി. അപ്പോൾ അതിൻ്റെ വെക്കുന്ന സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ എൻ്റെ രീതിയിൽ വയ്ക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ വയ്ക്കുക. പക്ഷേ ഞാൻ എൻ്റെ രീതിയിൽ വെച്ച് നോക്കണം കേട്ടോ. നിങ്ങൾ നോക്കുക എങ്ങനെയുണ്ടെന്ന്. ആവശ്യമുള്ള സാധനങ്ങൾ: തക്കാളി, ഒരു കുഞ്ഞു തക്കാളി, കഷ്ണം ഇഞ്ചി, ഉള്ളി, വെളുത്തുള്ളി മതി. ഞങ്ങൾ 2 പേരുള്ള തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ കേട്ടോ. അത് മതി, ഞങ്ങൾക്ക് 2 ആളല്ലേ ഉള്ളൂ. ഇത് മതിയാവും, കുറച്ച് മതിയാവും. പിന്നെ ഇത് ചട്ടി ചൂടാക്കാം. എനിക്ക് കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തീ കുറച്ചിടണം കേട്ടോ ഗ്യാസിന്. എന്നിട്ട് ഉള്ളിട്ട് കൊടുക്കാം, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിന് മുന്നേ സംഭവം മറന്നിട്ടാ, ഉലുവ ഇട്ട് പൊടിച്ചായിരുന്നു. സത്യത്തിൽ ഞാൻ മറന്നു, ഇത് ഓർമ്മക്കുറവുള്ളതായിരുന്നു. ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ നന്നായി പൊട്ടുന്നൊരു മണക്കുണ്ടാവും. അത് എല്ലാം കൂടി വാട്ടിയിട്ട് നമ്മുടെ തക്കാളി എല്ലാം കൂടി നന്നായി വഴറ്റിയിട്ട് നന്നായി വാടുന്നത് വരെ ഇങ്ങനെ വഴറ്റി കൊടുക്കാം. ഇവിടെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നല്ല മണക്കുണ്ടാവും. നന്നായി തേടാണ്ടത് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഫ്ലെയിം ഓഫ് ആയിട്ട് ഇതൊന്ന് തണക്കാൻ വെക്കണം കേട്ടോ. ഇനി നമ്മത് ഇതിൽ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അരക്കണ ജാറിൽ, മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അരച്ചിട്ട് വരാം കേട്ടോ. അതിൻ്റെ ഇടയിൽ ചോറ് വെന്തിട്ട് അത് ഊറ്റാൻ വന്നു. അരയ്ക്കാൻ വെച്ചിട്ടുണ്ട്, അരയ്ക്കാൻ്റെ ഇത് അരച്ച് തരും. അപ്പോഴേക്ക് ഞാൻ ഈ ചോറ് ഊറ്റിക്കാൻ വിചാരിച്ചു. ഇതിങ്ങനെ വെച്ചിട്ട് ഞാനിനി മീനിൻ്റെ പരിപാടി നോക്കട്ടെ കേട്ടോ. ഇനി ഇത് ഈ കലത്തിൽ തന്നെ കലം ഗ്യാസ് ഓണാക്കിയിട്ട് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. വെളിച്ചെണ്ണ തന്നെ നല്ലത് കേട്ടോ മീൻ കറിക്ക്. പച്ച വെളിച്ചെണ്ണ, മറ്റേ ഓയിലൊക്കെ ആകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അറിയില്ല. വെളിച്ചെണ്ണ ആകുമ്പോൾ കറക്റ്റ് നല്ല രസമായിരിക്കും മീൻ കറി. ഇനി ഇതൊന്നും ഇതായില്ലേ, കറണ്ട് പോയി. ഇതിട്ട് കുറച്ച് ചെന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നുട്ടാ. കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട്, കാശ്മീരി മുളക് പൊടി. ഇനി അതാണ് നല്ലത്. നമ്മുടെ കാശ്മീരി മുളക് പൊടി ഇല്ലേ, ഇതാണ് 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ എരിവിന് എരി വേണം, എരിവിന് ഇഷ്ടപ്പെടില്ല കറി. നന്നായി വെക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇളക്കുക. അതിൻ്റെ പച്ചമണം ഈ മുളക് പൊടിയിലും മഞ്ഞൾപ്പൊടിയിലേക്ക് പച്ചമണം പോകുന്നവരെ നന്നായി വാട്ടി. നമ്മൾ അരപ്പിൻ്റെ വെള്ളമില്ലേ, അരച്ചിട്ടുള്ള അതിൻ്റെ വെള്ളമില്ലേ, അത് വിരിച്ച് ഒഴിച്ചു കൊടുക്കും. നിങ്ങൾക്ക് കാണണ്ടോന്ന് എനിക്കറിയില്ല. അത് ഒഴിച്ചു കൊടുക്കാം.
പിന്നെ ഞാൻ ഒഴിച്ചിട്ട് ചൂടുവെള്ളം കേട്ടോ. ഇതൊക്കെ ഇതിരിഞ്ഞിട്ടൊന്നും ഇതാകണേ ചാറ് വേണ്ട നമുക്ക്. പിന്നെ പച്ചവെള്ളം ഒഴിച്ച് കൊടുത്താൽ ടേസ്റ്റ് ആവില്ല. കുറച്ച് കപ്പിയിലിട്ട് വെള്ളം എടുത്തിട്ട് ചൂടാക്കിയിട്ട് അരപ്പ് വെള്ളം ഉണ്ട്. അരപ്പ് വെള്ളം കുറച്ചും കൂടി ഉണ്ട്. ഇത്തിരി വെള്ളം ചൂടാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്നിട്ട് ഇത് തീ കൂട്ടിയിട്ടിട്ട് നമ്മുടെ ചാള മീൻ അതിലിട്ടു. ഈ ചാള ഭയങ്കര ഇഷ്ടമാണ്. എനിക്കില്ല ഇതൊന്നും ഇഷ്ടമാണ് ചാള. അപ്പം നമ്മുടെ നാളികേരം അരച്ചിട്ട് തന്നെ കൂട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. നാളികേരം അരക്കാണ്ട് കൂട്ടിയാൽ എന്ത് പ്രശ്നം? അപ്പോൾ നമ്മൾ നാളികേരം കൊളസ്ട്രോൾ ഉള്ളൊരു നാളികേരം കൂട്ടാൻ പാടില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കിട്ടാ. നാളികേരം കൂട്ടാൻ പറ്റാത്തത് ഈ ഭയങ്കര വീഴി ടേസ്റ്റ് ചെയ്യും. നിങ്ങൾ വിചാരിക്കും എനിക്ക് വട്ടായതല്ലേ. അതിട്ടിട്ടാ മീനിട്ടിട്ട് ഇതിൽ നിന്ന് വെന്ത് വരട്ടെ. കണ്ടാ ചോന്ന മീൻകറി. ഇത് കുറച്ച് നേരം മൂടിയിട്ടിട്ട് ലോ ഫ്ലെയിമിൽ നിന്ന് വേവിക്കണം. നിങ്ങൾക്ക് മീൻ വെന്തിട്ട് കാണാം. കുടപ്പുളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു തിളച്ചപ്പോൾ. ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ അതേ തിളച്ച് മീനൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നല്ല മണമുണ്ട്. ടേസ്റ്റ്. ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് കാച്ചാം. കുറച്ച് ഉള്ളി കാച്ചിടാം. അല്ലെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെ കൂട്ടാം. ഇത്തിരി ടേസ്റ്റ് നോക്കട്ടെ. എരി കൂടി വേറെ നല്ല ടേസ്റ്റ് ഉണ്ട്. കറി പുളിയും ഉണ്ട്. നമുക്കഥവാ അങ്ങനെ ഇത്തിരി കുറുക്ക് പോലെ ആക്കണമെങ്കിലേ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കട്ടെ വേണമെങ്കിൽ. എനിക്ക് മല്ലിപ്പൊടി ഇഷ്ടമില്ലാത്തതാണ് ഞാൻ മല്ലിപ്പൊടി ഇട്ടില്ല. വെറുതെ നിങ്ങൾക്ക് കൊഴുപ്പ് കൂട്ടണമെങ്കിൽ ഇത് കട്ടിയിൽ വേണമെങ്കിൽ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനത് ഇട്ടില്ല കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കും. എന്നിട്ട് പറയും എൻ്റെ മീൻകറി എങ്ങനെയുണ്ടെന്ന് പറയണം. പിന്നെ എൻ്റെ മീൻകറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. കുടപ്പുളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു തിളച്ചപ്പോൾ. ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ അതേ തിളച്ച് മീനൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നല്ല മണമുണ്ട്. ടേസ്റ്റ്. ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് കാച്ചാം. കുറച്ച് ഉള്ളി കാച്ചിടാം. അല്ലെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെ കൂട്ടാം. ഇത്തിരി ടേസ്റ്റ് നോക്കട്ടെ. എരി കൂടി വേറെ നല്ല ടേസ്റ്റ് ഉണ്ട്. കറി പുളിയും ഉണ്ട്. നമുക്കഥവാ അങ്ങനെ ഇത്തിരി കുറുക്ക് പോലെ ആക്കണമെങ്കിലേ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കട്ടെ വേണമെങ്കിൽ. എനിക്ക് മല്ലിപ്പൊടി ഇഷ്ടമില്ലാത്തതാണ് ഞാൻ മല്ലിപ്പൊടി ഇട്ടില്ല. വെറുതെ നിങ്ങൾക്ക് കൊഴുപ്പ് കൂട്ടണമെങ്കിൽ ഇത് കട്ടിയിൽ വേണമെങ്കിൽ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനത് ഇട്ടില്ല കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കും. എന്നിട്ട് പറയും എൻ്റെ മീൻകറി എങ്ങനെയുണ്ടെന്ന് പറയണം. പിന്നെ എൻ്റെ മീൻകറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.